പശ്ചിമ കൊച്ചിയുടെ യാത്രാ പരിമിതികൾക്ക് താങ്ങായി 2 വാട്ടർ മെട്രോ ടെർമിനലുകൾ കൂടി പ്രവർത്തനം ആരംഭിച്ചു. മട്ടാഞ്ചേരി, വെല്ലിംഗ്ടൺ ഐലൻഡ് എന്നീ ടെർമിനലുകളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. പശ്ചിമ കൊച്ചിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളുടെയും വിനോദസഞ്ചാരികളുടെയും യാത്രാക്ലേശത്തിന് വലിയ ആശ്വാസമാണ് പുതുതായി പണികഴിപ്പിച്ച വാട്ടർ മെട്രോ ടെർമിനലുകൾ. 38 കോടി രൂപ ചെലവിൽ മട്ടാഞ്ചേരിയിൽ ഡച്ച് പാലസിന് സമീപവും വെല്ലിംഗ്ടൺ ഐലൻഡിൽ പഴയ ഫെറിക്ക് സമീപവുമാണ് ടെർമിനലുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഹൈക്കോർട്ട് ജംഗ്ഷനിൽ നിന്ന് വെല്ലിംഗ്ടൺ ഐലൻഡ് വഴി മട്ടാഞ്ചേരിയിലേക്കാണ് പുതിയ റൂട്ട്. ഇതോടെ കൊച്ചിയിലെ വാട്ടർ മെട്രോ ടെർമിനലുകളുടെ എണ്ണം 12ആയി. പുതിയ വാട്ടർ മെട്രോ എത്തുന്നതോടെ പശ്ചിമ കൊച്ചിയുടെ മുഖച്ഛായ മാറുമെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. നഗരത്തിലെ ജനങ്ങൾക്കും നഗരത്തിനു ചുറ്റുമുള്ള ദ്വീപുകളിലെ നിവാസികൾക്കും ഈ പ്രദേശത്തേക്ക് വരുന്ന വിനോദസഞ്ചാരികൾക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന സംവിധാനമാണ്. നഗരത്തിൻ്റെയും ഇവിടുത്തെ ജനങ്ങളുടെയും ജീവന നിലവാരത്തെ കാര്യമായി ഉയർത്താൻ കഴിയുന്നൊരു സംവിധാനമായിട്ടാണ് ഇത് മാറുന്നത്. ഏറെ വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു പൂർണ്ണമായും വെള്ളത്തിൽ പണി കഴിപ്പിച്ച പുതിയ ടെർമിനലുകളുടെ നിർമ്മാണം. മട്ടാഞ്ചേരിയുടെയും ഐലൻഡിന്റെയും പൈതൃകവും വൈവിധ്യങ്ങളും കോർത്തിണക്കിയാണ് നിർമ്മാണ രീതി. വാണിജ്യ ടൂറിസം വികസനത്തിനും പുതിയ സർവീസുകൾ ഊർജം പകരും എന്നതിലും സംശയമില്ല. മീഡിയ 1 കൊച്ചി.